അതാരടാ? അത് നീകനാന്ന് തോന്നുന്നു ബ്രോ. ഇതെന്ത്? എന്റെ ദൈവം ഇപ്പത്തെ അല്ല ഇതെന്ത് സംഭവം? ഹലോ 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 അറിഞ്ഞൂടാ. നിങ്ങളാൾക്കാരാണോ അവിടെ? ഒരു പച്ച മുടി ഉണ്ടത് നീകനായിരുന്നു. അവ ഇപ്പഴാ ഗ്യാങ് ഡ്രസ്സിന്റെ അവൻ ഗ്യാങ് ഡ്രസ്സിലാണ് വന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. അവൻ ചുമ്മാ ആൾക്കാരെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പഴാ ഗ്യാങ് ഡ്രസ് ഇട്ട് തന്നെ. എന്താ സംഭവം? അണ്ണ എന്താ വരുന്നുണ്ട്. എടാ റൂട്ടിൽ നിന്ന് മാറി അതാണല്ലോ. ദൈവമേ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല റോട്ടിൽ മാറാൻ പറഞ്ഞതിന്റെ കാരണം ഹലോ 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 ആ ഹലോ ഹലോ നമുക്ക് ഈ റോട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറിയേക്കാം. അറിയില്ല എനിക്ക് പറഞ്ഞൂടാ. മോൾക്കോ അങ്ങ് വാങ്ങോ. ഹലോ ഹലോ ആ ഞാൻ അറിയാൻ സാധിച്ചാല് നീകൻ എന്തോ ഞങ്ങൾ ചവിട്ടിരുന്നു പറഞ്ഞു. ഇങ്ങനെ ബൈക്കിൽ എന്തോ വന്നിട്ട് ചവിട്ടിയായിരുന്നു. അവര് ഗ്യാങ് ഡ്രസ് ആയിരുന്നില്ല, മറ്റേ ഡീഫോൾട്ട് ഡ്രസ് ഇല്ലേ മറ്റേ മഞ്ഞ. അതാണ് അപ്പോഴാണ് അടിയായത്. നമുക്കറിയണ്ട നമുക്കറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് സംഭവം എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അത് അവൻ പൊങ്ങലോ അറിയുള്ളൂ. എടാ ഞാൻ കാര്യം പറഞ്ഞു ഒരു സെക്കൻഡ് ഇങ്ങോട്ടാ. മീറ്റായില്ലേ? ഞാൻ നോക്കുമ്പോ ആരോ ഒരു കുക്കുടെ അടിച്ചിട്ട് പോണു. ഇപ്പൊ ഞാൻ പിന്നെ എന്റെ കുക്കുറിനെ ആരോ തല്ലിട്ട് പോയേ. പാവം കിടപ്പണ്ട. ചത്താലും ചമ്മഞ്ഞ് കിടക്കുള്ളൂ എന്ന് പറയണതാണ്. ബൈക്കിനിങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോ അറിയാണ്ട് തലക്കുടി വെടികൊണ്ട് അയ്യോ അടിച്ചാണോ? അല്ല കുക്കുട് മുന്നേ മരിച്ച നമ്മളൊക്കെ കൊണ്ടുപോയതാ കുക്കുടിന്റെ. എനിക്കൊന്ന് അവന് നീകന് ചിലപ്പോ അറിയണ്ടാവില്ല. നമ്മളൊന്നും അറിയില്ല. അങ്ങനെ ഡ്രസ്സ് വേറെ അല്ല. അതായിരിക്കും അറിഞ്ഞൂടാ. ഇല്ല ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ കേവിയാണെന്ന് അറിഞ്ഞില്ല. ഞാനേ അല്ലല്ല പുള്ളി എനിക്ക് ഡ്രാഗൺ അല്ലല്ല അവൻ നീകനാ സംസാരം. ഞാൻ മിണ്ടാണ്ടില്ല. അപ്പം പിന്നെ റേഡിയോ കോള് കൊടുത്തപ്പോഴാണ് പിന്നെ ഇതായത്. അടിച്ചപ്പോഴാണ് നിങ്ങളെ വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വേറെ ഡ്രസ് എനിക്ക് അറിയാൻ സംസാരിച്ചില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വന്നേ. സോറി കേട്ടോ. തേങ്ങാക്കൊല ഞാൻ പിന്നെന്തിനാ അതിന്റെ എന്താ രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചിട്ടാ അറിഞ്ഞിട്ടാണ് അടിച്ചേ. എടാ നീകനത് ഡെഡായി കിടക്കിരുന്നില്ല. അവൻ എണീറ്റപ്പോ അങ്ങനെ അടിച്ചു. നമ്മളെ ഡ്രസ് വേറല്ല. അത് കഴിയല്ലേ? എന്താണെങ്കിലും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ അവിടെ മാന്യമായിട്ട് ഡ്രസ് മാറാം. ഡ്രസ് മാറുന്നതിന്റെ ഇടയിൽ രണ്ടുപേര് മറ്റേ സിറ്റിസൺ ഡ്രസ് മറ്റേ ഈ ആ സാധനം എടുത്തിട്ട് ഇതിന്റെ അകത്തോട്ട് കയറിപ്പോയി. അപ്പൊ പേഴ്സണലി നമ്മള് ഡ്രസ് മാറുമ്പോ ഷോപ്പിന്റെ അകത്തോട്ട് പേഴ്സണലി നമുക്ക് അറിയാലോ എത്രത്തോളം ഡിസ്റ്റർബ് ആവും. ആള് ചിലപ്പോ മൂവ് ആയി പോകും അറിയാം. അപ്പൊ ഓക്കെ ആരാടാന്ന് ചോദിച്ചു വണ്ടി എടുത്ത് പോകുന്നത് പേഴ്സണലി എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് വീട്ടിൽ തിരിച്ചു വന്നിട്ട് മറ്റേ ചവിട്ടുന്ന പോലത്തെ ഒരു സാധനം കാണിച്ചു. അത് കൊണ്ടില്ല. പക്ഷെ ഞാൻ തട്ടി അപ്പുറത്തോട്ട് പോയി കുറച്ച്. അപ്പൊ ഞാൻ വീട്ടിൽ ചോദിച്ചു ആരാടാ ഇതിന്റെ അകത്തോട്ട് വണ്ടിയോട് പോകുന്നത് നമ്മള് കാഷ്വലായിട്ട് ചോദിച്ചു.
വണ്ടിയിട്ട് തന്നെ. അപ്പൊ ആള് പറഞ്ഞു ആരാണെങ്കിലും ഇതിലൊക്കെ എന്താന്നുള്ള രീതിയിലോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു അവൻ. അപ്പൊ ഞാൻ ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പോയി ചോദിച്ചു, നിങ്ങളുടെ പേരെന്താന്ന് പോയി ചോദിച്ചു. ആരാന്ന് അറിയത്തില്ലല്ലോ, എനിക്കറിയത്തില്ല ആരാന്ന്. ഓക്കെ, ഇതേപോലെ മുടിയുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഇപ്പൊ മാക്കൊക്കെ ഞാൻ ആകെ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, ഞാൻ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഞാൻ സ്കൂട്ടറായിട്ട് ഒരു ബൈക്കിൽ ഇത് നടക്ക് പോകും തോന്നില്ല. ഹലോ, വേറെ സംസാരമില്ലായിരുന്നോ? ഇത് അവന്റെ മിസ്റ്റേക്ക്. ഞാൻ അവന്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കും പൃഥ്വി വന്ന് വീണ്ടും ഇതാക്കിക്കൊണ്ടിരിക്കുക. അതെന്താ രണ്ടാമതാവും പൊങ്ങിയപ്പോ മനസ്സിലായി. അല്ല അവൻ കണ്ടില്ല, പൃഥ്വി അങ്ങോട്ട് ഒന്നും കണ്ടില്ല. അവന് ട്രിഗർ അയച്ചില്ല. രണ്ടാമത് എണീറ്റിട്ടും വീണ്ടും അടിച്ചപ്പോഴാണ് അവന് ഇവനെ സിറ്റുവേഷൻ ഒന്നും കേൾക്കാതെ വീണ്ടും എണീറ്റ് വന്നു. ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് ഇതാക്കി. അതാ ഞങ്ങള് മാറിക്കാം നിങ്ങളും സംസാരിക്കും. ലാസ്റ്റ് നമുക്ക് സംസാരിക്കാം. എടാ ഇങ്ങോട്ട് വേണ്ട. എടാ എല്ലാരും റോഡിന്റെ അപ്പുറത്തേക്ക് വന്നറ. അവിടൊക്കെ അല്ലേ അവര് സംസാരിച്ചു. അവര് സംസാരിച്ചു വരും. അവര് സംസാരിച്ച് ലാസ്റ്റ് സംസാരിക്കാൻ വരും. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളെ ഡിസ്റ്റർബ് ചെയ്തു. ഇത് അവരാന്നറിയെങ്കിൽ നമ്മൾ ഈ രീതിയിലല്ലല്ലോ റിയാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവൻ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങള് ബൈക്കായിട്ടും വരും കാറായിട്ട് വരും, നിനക്ക് എന്താന്നുള്ള രീതി ഇങ്ങോട്ട് ഡയലോഗ് അടിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ നീ പേര് വെയിറ്റ് ചെയ്യണം, നീ പേര് പറയാന്ന് പറഞ്ഞു. അപ്പം പേര് പറയാണ്ട് പുറത്തോട്ട് പോയി. അപ്പൊ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, നീ പേര് പറയില്ല അങ്ങനെ എന്താ രീതിയിൽ പറഞ്ഞപ്പോ ആണാണെങ്കിൽ നീ പേര് പറയടാന്ന് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു നീ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പുറത്തോട്ട് ഇറങ്ങി കോള് കൊടുത്തു, എടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ചവിട്ടി പോലും പുറത്താക്കി. എന്നിട്ട് ആ സമയത്ത് നമ്മളെ ആൾക്കാർ വന്ന സമയത്ത് നീ എന്തിനാ കോള് കൊടുക്കുന്നത്, കോള് കൊടുക്കാൻ ഞങ്ങൾക്കും ആളുണ്ട്, പേരൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ആളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്നെ മറ്റേ കിക്ക് ചെയ്തു, മറ്റേ ചവിട്ടി പുറത്താക്കി. എന്റെ മുന്നിൽ ചെയ്തപ്പോഴാണ് നമ്മൾ ആൾക്കാർ അവരടിച്ചത്. അപ്പോഴാണ് ബൈക്ക് എടുത്തവര് പോകുമ്പോ അറിയത്തില്ല. ഇവന്മാരാ മഞ്ഞ കുപ്പായി അപ്പൊ ഒരാള് വീണു. ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് വിലങ്ങിന് വണ്ടി നിർത്തി. ഓക്കെ, പിന്നെ ഞാൻ ഗണ്ണ് കയ്യിലെടുത്ത് എനിക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ കോൾ കൊടുത്ത് സംസാരിക്കാന്നുള്ള രീതിയിൽ നിന്നു. ഇത്ര ആൾക്കാർ നിൽക്കില്ലേ, അവരെങ്ങനെ എന്നെ മാത്രം അടിച്ചെടുത്ത്? അവൻ ഡ്രാഗൺ അടിച്ചപ്പോൾ അവൻ അടിച്ചിട്ട് അത് ഈ അടിച്ചു അല്ലാന്നല്ല, എന്നെ ഞാൻ അടിക്കാനുള്ള മെന്റാലിറ്റി അല്ല നിൽക്കുന്നത്. ഞാൻ അവനെ എയിം പോലും ചെയ്തിട്ടില്ല. ഞാൻ എന്താ വെച്ചാല് കാര്യം സംസാരിക്കാന്നുള്ള രീതിയിലാണ് നിന്നത്. ഓക്കെ, ആ സമയത്ത് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്നെ അടിച്ചിട്ട്. പിന്നെ ഇവര് TV ആയതുകൊണ്ട് മാത്രം ഒബ്വിയസ്ലി ഞാൻ ഇത് വിടാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർക്ക് ഞാൻ ആരാന്നും മനസ്സിലായിട്ടില്ല, എനിക്ക് അവരാന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇത് അൺയൂഷ്വൽ ആയിട്ട് വരുന്ന ഇങ്ങനെ ചെയ്യുമ്പോ ആർക്കാണെങ്കിലും പൊളിയും. അതിന്റെ ഒരു ബേസിലാണ് വന്നത്. ഇവിടെ സംസാരിച്ച് സോൾവ് ആക്കിയില്ലേ? ഇവിടെ സംസാരിച്ച് സോൾവ് ആക്കിയതിന് ശേഷം, ഇത് കഴിഞ്ഞിട്ടാണ്, ആക്കുന്നതിന് മുമ്പല്ല, സോൾവ് ആക്കിയതിന് ശേഷം അവിടെ ചത്ത് കിടന്ന ഒരുത്തന് EMS നോക്കി അവൻ ഡയറക്റ്റ് കണ്ണെടുത്ത് എന്റെ തലക്കിടിച്ചു. അവിടെ പോയി പറഞ്ഞു. അതെന്താ സംസാരിച്ച് സോൾവ് ആക്കിയ സാധനമാണ്. പിന്നെ അല്ല ഇവനെങ്ങനെ ഓർമ്മ പൊങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെ മിനിമം ഞാൻ ഔട്ട് ഓഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയണേ. ചത്ത് കിടക്കുന്നതാണെങ്കിലും ഇവിടെ EMS വന്ന് KVA വണ്ടി വന്നു, TVA വണ്ടി വന്നു. ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമാവൂല. എന്റെ മെന്റാലിറ്റി മര്യാദയ്ക്ക് അവിടെ ചോദിക്കാൻ ചെന്ന് മര്യാദയ്ക്ക് അവിടെ ചോദിക്കാൻ ചെന്നപ്പോ അവിടെയും കൊണയായിരുന്നു എന്നോട്. മനസ്സിലായി, ഞാൻ പറയട്ടെ. അത് അവിടെ ഞാൻ പറഞ്ഞുതരാം. അവരവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. TVA എന്ന് അറിഞ്ഞപ്പോ എന്റെ മെന്റാലിറ്റി മൊത്തത്തിൽ മാറി. ഈ സിറ്റുവേഷൻ അല്ല അല്ല അവനെന്താ അറിയോ, ആ ചത്ത് അടിച്ചെനിക്കൊന്ന് നീങ്ങനാ തോന്നുന്നു. അവന് ചത്ത് എണീറ്റപ്പോ ഡയറക്റ്റ് വന്നിട്ട് അങ്ങനെ അടിക്കാതെ ചെയ്ത്. അവർക്ക് നമ്മള് ഈവൻ ഡ്രസ് ആയോണ്ടായിരിക്കും മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത് നമ്മളൊന്നും അപ്പൊ അല്ല സ്റ്റാർട്ടിങ് സിറ്റുവേഷൻ അത് അവന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് അവരും വാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാം നമുക്കും എല്ലാവർക്കും ഉണ്ട് ഈ ഫ്രസ്ട്രേഷൻ തിരിച്ചടിക്കാനൊക്കെ. പക്ഷെ നമ്മൾ
നമ്മൾ ചെയ്യൂല, കാരണം നമ്മളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോണോണ്ട് അത് കംപ്ലീറ്റ്ലി അവന്റെ നമ്മള് മിസ്റ്റേക്ക് ആണോ മനസ്സിലാക്കും. അതെ, അതൊന്നും സംസാരിച്ചു നോക്കാം, എന്താ പറയാൻ നോക്കാം. പോട്ടെ പോട്ടെ, ശരിയാ. പൃഥ്വിങ് തന്നെ, കാർലോ പൃഥ്വിങ് തന്നെ. സംസാരിക്കാതെ വെറുതെ വാ 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 ഇറ്റുവാടാ, ജോണിയോ ജോണിയോ, ഇവരാരും വരല്ല, പ്രത്യേകിച്ച് പൃഥ്വി. അല്ല അവന്റെ അല്ല, അവന് ട്രിഗർ ആവുക, അവനെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത് ആർക്കായാലും കൂടിയോ അത് എനിക്ക് അതാണ് അതെ അത്. ഹലോ ഹലോ എടാ ഹലോ എന്തായി? ഇല്ലില്ല, സീൻ എന്താന്ന് വെച്ചാ കാർലോ, ഞങ്ങള് വന്നത്, ഞങ്ങളെല്ലാം വന്ന അവിടെ നിക്കണത് അവൻ കണ്ടില്ലെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അവന് ഒന്നാമത്തെ കാര്യം അത് കേവ ആണെന്ന് അറിയത്തില്ലായിരുന്നു. അവൻ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്കും അവനെ അടിച്ചപ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ അവിടെ നാലുണ്ട് അടിച്ച് കുക്കുടുവിനും വെടിയിട്ടി, മനസ്സിലായോ? അങ്ങനെ അതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ കാറിലോട്, അപ്പൊ പെട്ടെന്ന് പൃഥ്വി വന്ന് ഇവന്റെ അടുത്ത് റേസ് ആയി പെട്ടെന്ന്. റേസ് ആയെന്ന് വെച്ചാൽ ചൂട് അവനതാ റേസ് ആയതിന്റെ റീസൺ വെച്ചാല് ഓൾറെഡി ഡെഡ് ആയി കിടക്കുന്നില്ല. അത് മിസ്റ്റേക്ക് ആണ്, ഞങ്ങളുടെ മിസ്റ്റേക്ക്, ടിവിയുടെ മിസ്റ്റേക്ക്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അന്നേരം പെട്ടെന്ന് ഞാൻ കാറിലോ എടുത്ത് സംസാരിച്ചടാ, ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ അവൻ വീണ്ടും സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പൃഥ്വിയുടെ അടുത്ത്, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ സൗണ്ട് ഇതാക്കി സംസാരിച്ച്, പൃഥ്വി ഞാൻ കാറിലോ എടുത്ത് ഓൾറെഡി സംസാരിച്ചെന്നുള്ളൊരു പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കാണ് നിങ്ങൾ വന്നത്. അപ്പൊ അവനും കാര്യം അവൻ ചോദിക്കുന്നത്, അവന് നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചാ വന്നിട്ട് രണ്ടാമത് എണ്ണീറ്റ് എന്തിനാ അടിച്ചത്, ആദ്യം അടിച്ചത് ഓക്കെ, രണ്ടാമത് എണ്ണീറ്റ് അടിച്ചത് എന്തിനാന്നുള്ള രീതിയിൽ ചോദിച്ചു. കാരണം ഇവരെന്താ പറയാ, ഇവര് മറ്റേ ഡീഫോൾട്ട് ഡ്രസ് ആയിട്ടാണ് ഇപ്പൊ നിങ്ങളാണെന്ന് അറിയില്ലായിരുന്നു. കാരണം അത് അറിയില്ല, മുഖം കണ്ട അവൻ അറിയത്തില്ലേ? എടാ അത് അങ്ങനെ നമുക്ക് ഈ ഡ്രസ് ഇടുമ്പോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മള് സംസാരിച്ചിട്ടാണ് ഡ്രാഗൺ അറിയാം, വണ്ടിയിലിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുമല്ലോ നീ, അതെന്തിനാ? നമ്മള് പറഞ്ഞല്ലോ. കാരണം ഈ സിറ്റുവേഷൻ ആയാലും ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്ന് ഈ സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് ആയത് ഡ്രാഗൺ ആയിട്ടാണ്. അവൻ ഒന്നാമത് ഇങ്ങനെ വള്ളിയൊന്നും പിടിക്കാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അത് എങ്ങനെ സോൾവ് ആക്കാന്നുള്ളതാണ്. ഞാൻ കാശോട് പറഞ്ഞതാ, അവന് സംസാരം മര്യാദ. അല്ല അതപ്പൊ എന്താ റോങ് ആയപ്പോ അവനപ്പൊ എന്തോ റോങ് ആയി സംസാരിച്ചപ്പോ അങ്ങനെ ആയിന്ന് പറഞ്ഞു. കാരണം അത് ആ ഡ്രസ് ഷോപ്പിന് എന്തോ ഇതായിന്ന് പറഞ്ഞു, ചവിട്ടിന് എന്തോ ഇങ്ങനെ ചെയ്തപ്പോ അങ്ങനെ ഇഷ്ടപ്പെടാതായിട്ടാണ് പറഞ്ഞു, റോങ് ആയി വന്നപ്പോ. അപ്പൊ അത് അവൻ പിന്നെയും പറഞ്ഞു, ടി വി എന്ന് അറിയണ്ട ആയിരുന്നെങ്കിൽ നമ്മൾ ഇതാക്കില്ലായിരുന്നു, അങ്ങനെ സംസാരിക്കില്ലായിരുന്നു വരെ എന്ന് പറഞ്ഞിട്ടാകാം. നമ്മളെ രണ്ടു വട്ടമായി മനസ്സിലാകാത്തത്. കുഴപ്പമില്ല, രണ്ടു വട്ടം നീ അത് മനസ്സിലാക്കണം. രണ്ടു വട്ടം മനസ്സിലായില്ലോടാ. അതാണ് എന്ത് ചെയ്യാനാ? നിങ്ങൾ വെടിവെച്ചതാരാ ഫസ്റ്റ്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ആരാ ഫയർ ചെയ്തേ? നിന്റെ സൈഡില് ഡ്രാഗന്റെ സൈഡില് ഡ്രാഗൺ വന്ന നല്ല മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഫയർ ചെയ്തേരാ? ഞാനൊരു കാര്യം പറയാം, ഇവിടെ നിർത്തിക്കോ, സംസാരോടെ നിർത്തിക്കോ. കാർലോ ടിവിയുടെ ഭാഗത്തുനിന്ന മിസ്റ്റേക്ക്, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ സോറി പറയുന്നു. ഞാൻ സംസാരിച്ചോളാം. ടിവിയുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് കാർലോ, ഞാൻ എന്റെ സൈഡിൽ നിന്ന് സോറി പറയുന്നു. ഇവന്മാര് ഇവിടെ മുതുകിൽ വെച്ച് ഈ കുഞ്ഞുകളി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാ, വേറൊരാളുടെ ബിഹേവിയർ നോക്കുമ്പോൾ ഈ ചവിട്ടി ഇടുന്നത് കുറച്ച് ബാഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് ഞാനിപ്പോ കുറച്ച് മുമ്പ് ഇവരുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വേറെ ഏത് സിറ്റുവേഷനിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ചവിട്ടി ഇടുന്നത് മോശം പരിപാടിയാണ്. ഞാനത് ഓൾറെഡി എനിക്ക് കാര്യം മനസ്സിലായതാ. ഇവൻ അത് നിൽക്കുന്നുണ്ട്, ഇവന്റെ സംസാര രീതി ഇങ്ങനെ തന്നെ എനിക്കുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ കാർലോ, നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും അവരുടെ കൂട്ടത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കുറെ പേരുണ്ട്. നമ്മൾ ഈ ഞാനും കാർലോയും അല്ലെങ്കിൽ അപ്പാപ്പനും ഒക്കെ കുറച്ച് പേര് മാത്രം ഈ അടി ഉണ്ടാവാതെ പോകണമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിന്നിട്ട് ഇത് സോൾവ് ആവൂല ഒരു കാലത്ത്. ഇവർക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തിടത്തോളം കാലം ഇതിങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇപ്പൊ ഈ സിറ്റുവേഷൻ ആയിരുന്നു. ഇവർക്കും ഡ്രാഗണും അറിയണ്ട. ഇപ്പൊ ഇവനായിട്ടാണ് സിറ്റുവേഷൻ ആയിരുന്നത്. അപ്പൊ ഇവനും അത് സീരിയസ്ലി ഇവനെ അറിയണ്ടല്ലോ. കാരണം ഇവന് എനിക്ക് അറിയുന്നതാണ്, ഇവൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു വള്ളിയായിട്ട് ഈവൻ ഒരാളായിട്ട് പോലും പോവാത്തൊരു ടൈപ്പാണ്. മാക്സിമം നല്ല രീതിയിൽ പോവാന്നുള്ളത് നടക്കുന്ന ആളാണ്. അപ്പൊ അവന് ഒരു ട്രിഗർ ആയിരുന്നു അത് ഒരു
ഡ്രാഗൺ മനസ്സിലായി. ഡ്രാഗൺ പറയാം. പേരൊക്കെ കൺസേൺ ഒന്നുമില്ല. ഞാനും കാഷ്വൽ ആയിട്ട് ചോദിച്ചത്, അങ്ങനെ തട്ടിയപ്പോ പേരാ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ കോൾ കൊടുത്തു, ഒബ്വിയസ്ലി നമ്മളോട് അങ്ങോട്ട് സംസാരം കോൾ കൊടുത്തു. അവിടെ അല്ല ബ്രോ അതുവരെ ഫണ്ണായിരുന്നു, ഓക്കെ ആയിരുന്നു, എനിക്ക് ഇത് മനസ്സിലായില്ലേ. അത് പിന്നെ കഴിഞ്ഞ് അത് ഇടിച്ചിട്ട് പിന്നെ അടിയായപ്പോഴാണ് അല്ല, ആദ്യം നിങ്ങൾ എന്നെ അടിച്ചിട്ടു കാലയിട്ട്, അപ്പോഴാണ് നമ്മളെ മെമ്പേഴ്സിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അടിച്ചിട്ടപ്പോഴാണ് അവർ അടിച്ചത്. അപ്പൊ അവർക്ക് അറിയത്തില്ല നിങ്ങൾ ടി വി എന്ന്. പക്ഷെ ഒരു കാര്യം പറയാം, ടി വി എന്ന് മനസ്സിലായ ആ സ്പോട്ടിൽ തന്നെ ഈ സിറ്റുവേഷൻ ഞാൻ ഫുള്ളി ക്ലിയർ ചെയ്ത് എന്റെ മനസ്സിൽ നിന്ന് മനസ്സിലായ അത് ആ ഒരു ഇതുകൊണ്ട് മാത്രം, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അപ്പൊ തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്താ, ഒരു ഇഷ്യൂസും ഇല്ലാന്നാക്കി ഞാൻ. അത്രേ ഉള്ളൂ ബ്രോ. വീണ്ടും അടിച്ചപ്പോ ഒന്നുകൂടെ പേട, എന്നാലും കുഴപ്പമില്ല. അല്ല ബ്രോ, അവൻ രണ്ടാമത് അടിച്ചത് അങ്ങനെ ഇന്റൻഷ്യലി അങ്ങനെ അതാ മിസ്റ്റേക്ക് അല്ല ഞാൻ പറയുക. പക്ഷെ അവൻ എന്താ ഇത് KV ആണോ അല്ല നിങ്ങൾ ഗ്യാങ് ഡ്രസ്സിലും അല്ലായിരുന്നല്ലോ? അല്ല, നമ്മളെ ആൾക്കാർ വന്നായിരുന്നു, KV വണ്ടി വന്നായിരുന്നു. അല്ല ഞാൻ നീ എന്തിനാ രണ്ടാമത് അടിച്ചതെന്ന് പറഞ്ഞു? ഞാൻ റേജിൽ അടിച്ചു പോയതാ. സോറി ബ്രോ, സോറി. അത് മനസ്സിലായി ഞാൻ. അത് അത്രേ ഉള്ളൂ. ഇപ്പൊ പുള്ളി പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലൊന്നും വെക്കുന്നില്ല, സീനില്ല. എനിക്ക് നിങ്ങളായിട്ട് ആരായിട്ട് ഒരു പേഴ്സണലി ഒരു ഇഷ്യൂസും ഇല്ല. അല്ല ഇപ്പൊ എന്നെ 2 വട്ടമായി നിങ്ങൾ ഇങ്ങനെ ഇതാണ്. അപ്പൊ ഇനി പച്ചമുടി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചേക്ക് ഞാനാന്ന് ഇനി സിറ്റുവേഷൻ. അതാ ഞാൻ ക്ലിയർ ആയിട്ട് ചോദിച്ചു, പേരെന്താ ചന്ദ്ര ചോദിക്കട്ടെ? അവന് പേരും പറഞ്ഞില്ല, അതാണ് പേര് പറയുന്നതായിട്ട് ഞാൻ ചോദിച്ചു, ഒന്നും പറയുന്നില്ല. എനിക്ക് സീരിയസ് ഡ്രാഗൺ ചോദിച്ചായിരുന്നു പേരെന്താണ്, നിങ്ങളെ പേരെന്താ? എനിക്ക് അറിയുന്ന കണ്ടാ മനസ്സിലാവുന്നത് കണ്ണാപ്പിനെ അറിയാം, പിന്നെ ഇതുപോലുള്ള കുറച്ച് മെമ്പേഴ്സിനെ അറിയാം. ഓക്കെ, എനിക്ക് ഇത് സീരിയസ്ലി എനിക്ക് അറിയാത്തൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. പിന്നെ ഞാൻ എന്റെ കയ്യിൽ കണ്ടുണ്ടായിരുന്നു, ഞാൻ ഈവൻ ദോ ഞാൻ അടിച്ചിട്ടില്ല, ഈവൻ ദോ അവരെന്നെ ഇടിച്ചു, നിങ്ങൾ ഒരാൾ ഡൗൺ ആയി, എന്നിട്ട് ഞാൻ അടിച്ചിട്ടില്ല. പിന്നെ എയിം ചെയ്യുന്നതിന് മുന്നേ എന്നെ അടിച്ചിട്ട് അടിച്ചിടണം എന്നുള്ള ഒരു ഉദ്ദേശിച്ച് പോയതല്ല, മനസ്സിലായോ? ഇല്ല ഞാനും പറഞ്ഞില്ല, ഞാനാണെങ്കിൽ തന്നെ ഇപ്പൊ ഇവര് KV ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ ഈ സിറ്റുവേഷൻ ആദ്യം കേട്ടപ്പം എന്റെ അടുത്ത് KV ആണെന്ന് ഇവിടെ കുറെ പേര് പറഞ്ഞപ്പോ ഇതിനകത്ത് കുറെ ദിവസമായിട്ട് എല്ലാവർക്കും അറിയാം. കുഴപ്പമില്ല, ഞാൻ എന്താ സമ്മതിച്ചു. അലയൻസിൽ പൊക്കോണ്ടിരിക്കുക, പ്രശ്നമൊന്നും. ഞാൻ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലും കുറച്ചു പേർക്ക് ഇതിനകത്ത് കുറച്ചുപേരെ അറിയത്തില്ല, ഇതിനകത്ത് കുറച്ചു പേർക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പുതിയതായിട്ട് വന്ന കുറച്ചുപേരെ അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ ശേഷമാണ് KV ആണോ TV ആണോ എന്ന് അറിയുന്നത്. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അപ്പോഴത്തേക്കിന് വേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും സിറ്റുവേഷൻ അടുത്ത സിറ്റുവേഷൻ ആകുമ്പോൾ ഓൾറെഡി മുന്നേ സിറ്റുവേഷൻ ആണ് അതിൽ വരുന്നു, അങ്ങനത്തെ ഒരു ഇതിൽ പിന്നെ അത് പഴയ സിറ്റുവേഷൻ വെച്ചിട്ട് മനസ്സിൽ വരും. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അത് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഒന്ന് എല്ലാവരും കൂടെ പരിചയപ്പെടുത്തുന്നത് എത്രയും പെട്ടെന്ന് അതായിരിക്കും നല്ലത്. നീക ഞാനൊന്നും മനസ്സിൽ വെക്കുന്നില്ല കേട്ടോ. നിന്നെ വിളിക്കണ്ട നീക വിളിക്കണടാ. എന്താ പറയുക, ഒന്നും മനസ്സിൽ വെക്കരുത് എന്ന് പറയാ. എനിക്ക് ആ സമയത്തുള്ള ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവൂല. നീയല്ലേ അങ്ങോട്ട് പറഞ്ഞ തെള്ളി കളിച്ചാ പോലെ. ഓക്കെ, നമുക്ക് പരിപാടി കാണാം. ഈ നീകന്റെ സംസാരം ഇങ്ങനത്തെ എനിക്കറിയാം. നിനക്കറിയാലോ. അതാണ് വേറൊരു സീന്. ഞാൻ അവനെ ഇനിയിപ്പൊ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ കാരണം അത് ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലായില്ല. എനിക്കറിയാം, അവന്റെ ക്യാരക്ടർ അറിയാവുന്ന സീനൊന്നുമില്ല, മനസ്സിലാവും. ഷെയ്ക്ക് കിടന്ന് വിളിക്കുന്ന പരിപാടി കാണാം. ഓക്കെ ശരി ശരി. അതുകൊണ്ട് പിന്നെ പോവാം. നമ്മുടെ ആരും ഇല്ലല്ലോ അവിടെ. അവിടെ 2 പേരുണ്ടല്ലോ. ഡ്രാഗൺ സിമ്പിൾ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞു, ഡ്രാഗൺ അത്രയും എങ്ങനെയും സോൾവ് ആക്കാന്നുള്ള ഒരു ടൈപ്പിലുള്ള ഒരാളാണ്. അവന് എന്തായാലും ഒരിക്കലും വള്ളി അടിക്കില്ല. പൊക്കടു. ഹലോ 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 ഹലോ, ഇങ്ങ് വന്നേ.